മനസ്സുനന്നാവട്ടെ മതമേതെങ്കിലുമാവട്ടെ മാനവത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ മനസ്സുനന്നാവട്ടെ മതമേതെങ്കിലുമാവട്ടെ മാനവത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ മനസ്സുനന്നാവട്ടെ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണ്ണാഭ പരന്നാൽ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണ്ണാഭ പരന്നാൽ സുരവില ജീവിത മാധുര്യ വിശ്വം സമസ്തമരുളുകയല്ലോ മനസ്സുനന്നാവട്ടെ മതമേതെങ്കിലുമാവട്ടെ മാനവത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ മനസ്സുനന്നാവട്ടെ സത്യം യശ്യമതാവട്ടെ ധർമ്മം പാതയതാവട്ടെ സത്യം യശ്യമതാവട്ടെ ധർമ്മം പാതയതാവട്ടെ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിലങ്ങിയിടട്ടെ മനസ്സുനന്നാവട്ടെ മതമേതെങ്കിലുമാവട്ടെ മാനവത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ മനസ്സുനന്നാവട്ടെ 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 മനസ്സുനന്നാവട്ടെ. ചുവടുവെക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് NSSന്റെ ആപ്തവാക്യം തന്നെ. നോട്ട് മീ ബട്ട് യു എന്നാണ്. ഞാനല്ല, നീയാണ്. ഞാനിനി എന്നിലേക്ക് ഒതുങ്ങുന്നില്ല, ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നു എന്നതാണ്. സ്വാർത്ഥതയ്ക്ക് പകരം പരാർത്ഥതയെ പ്രകടിപ്പിക്കുക, അവരുടെ വേണ്ടി, അവരുടെ ജീവിതത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തിൽ സമയവും ഇടവും കണ്ടെത്തുക എന്ന ഒരു ഉദാത്തമായ മാതൃകയാണ് NSS നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നത്. NSSന്റെ ആപ്തവാക്യങ്ങൾ, ലക്ഷ്യങ്ങൾ എല്ലാം അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സ്കൂൾ NSS ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, മഞ്ചേരി മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കുമായി ചേർന്ന് നടത്തിയ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ, മഹാപ്രളയകാലത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, കോവിഡ് മഹാമാരിക്കിടെ നടത്തിയ മാസ്ക് ചാലഞ്ച്, അതേപോലെ തന്നെ ഒമാനൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് കോവിഡ് പ്രതിരോധ മരുന്നുകളും ഉപകരണങ്ങളും ട്രോളികൾ അടക്കം വാങ്ങി നൽകിയത്, വൃദ്ധരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായങ്ങൾ, സ്കൂളിന് വേണ്ടി NSS ക്യാമ്പിനാണ് ഇന്നിവിടെ ആരംഭം കുറിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു NSS ക്യാമ്പിന്റെ പ്രസക്തി കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളുടെ, തിരിച്ചറിവുകളുടെ, അവസരങ്ങളുടെ ഒരു പെരുമഴക്കാലം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതാണ്. ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്യാമ്പിന്റെ ഓരോ ദിനങ്ങളിൽ കടന്നു പോകുമ്പോൾ ഈ പരിപാടി കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നു. നിർദ്ദേശങ്ങൾ വെച്ച് കഥകളൊക്കെ കേട്ട് വളർന്നിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഇന്ന് നമ്മളുടെ മാതാപിതാക്കളൊക്കെ നമ്മൾ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മളൊക്കെ വിദ്യാസമ്പന്നരാണ്. സൂചിപ്പിച്ചതുപോലെ നമുക്ക് കിട്ടാവുന്ന അവസരങ്ങൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട എന്നാണ് ഇന്ന് രാവിലെ വേറൊരു ഉദ്ഘാടന പ്രോഗ്രാമിൽ ഞാനത് കാണുകയുണ്ടായി. വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഇത്തരം പരിപാടികൾ നമ്മളൊക്കെ എല്ലാ ആളുകളും നിങ്ങൾ 50 ആളുകളൊന്നും പറഞ്ഞില്ല, നിങ്ങളെ
ബഹുമാനിക്കുന്ന ചീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ദീർഘകാല പ്രസിഡന്റും കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ ദിവസവും ഇവിടുത്തെ 69 ൂർജമായ എന്ന നാടിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ്. എൻ്റെ കുട്ടി നന്നായാൽ മതി എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ്. വേണ്ട സഹായ സഹകരണമൊക്കെ ആയിക്കൊണ്ട് ഞങ്ങളെല്ലാം ഇവിടെ നടക്കുന്ന ഓരോ പരിപാടിയും അതുപോലെ തന്നെ ഈ വ്യക്തിത്വങ്ങളെ ബഹുമാനിക്കുന്ന ഒരു സമൂഹം ചായ എന്താണ് വേണ്ടത്, രീതിയിൽ ചായയാണ് വേണ്ടത്. എല്ലാ കാര്യത്തിലും എല്ലാ ആശംസകളും മനസ്സ് നന്നാവണം എന്നിവിടെ പലരും ഇതേപോലെ ഒരു ദശദിന ക്യാമ്പിൽ പങ്കെടുത്ത് ആലോചിക്കാം അല്ലേ? അപ്പൊ ഈ ഡിസംബറിൽ നടത്തുന്നുണ്ട് എന്തിനാണ് വെറുതെ ശാരീരികമായി